ഹായ് ഫ്രാൻസ്, ഞാനിന്ന് പറയാൻ പോകുന്നത് ബിഗ് ബോസ് ഹൗസിൽ ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്നത് ആരാണ്? ഒറ്റയ്ക്ക് ഗെയിം കളിച്ച് വിന്നറാകാൻ ശ്രമിക്കുന്ന വ്യക്തി ആരാണ്? അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നിങ്ങൾ എന്നെ ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തടുത്തുള്ള ബെൽ ബട്ടൺ കിടപ്പടയെന്ന് അടിച്ചു പൊട്ടിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്ന ഒരേ ഒരു വ്യക്തികൾ, അത് നമ്മുടെ ചിങ്കപ്പൻ. വന്ന സമയം തൊട്ട് ഇപ്പം വരെ ഒറ്റയ്ക്ക് നിന്നാണ് അദ്ദേഹം ഗെയിം കളിക്കുന്നത്. ശരിയല്ലേ? അപ്പം നിങ്ങളേക്കും ജാസ്മിൻ ഗബ്രി ആയിട്ടായിരുന്നു ആദ്യകാലങ്ങളിൽ. പിന്നെ ഗബ്രി പോയതിനു ശേഷമാണ് ഇപ്പം ഒറ്റയ്ക്ക് നിൽക്കാൻ തുടങ്ങിയത്. അതിന് മുന്നേ ജാസ്മിൻ ഗബ്രി ആയിട്ട് മാത്രമാണ് ഗെയിം കളിച്ചത്. പക്ഷെ ജിൻഡപ്പൻ അങ്ങനെയല്ല, ഒറ്റയ്ക്ക് അന്നും ഇന്നും ഒറ്റയ്ക്ക് ഇറങ്ങിയ കണ്ടസ്റ്റൻസ് ആയാലും പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്. ജിൻഡപ്പൻ മാത്രമേ അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്നത്. ആദ്യകാലങ്ങളിൽ പൊട്ടനെന്നും മണ്ടനെന്നും ഒരുപാട് പഴി ചേർത്ത ഒരു വ്യക്തി ഇപ്പോൾ ബിഗ് ബോസിലെ ടോപ്പിൽ വരാൻ സാധ്യതയുള്ള, എന്ന് വെച്ചാൽ കപ്പടിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ജിൻഡപ്പൻ. ജിൻഡപ്പൻ്റെ പരിശ്രമം കൊണ്ടാണ് അദ്ദേഹം ഇത്രയും ലെവലിലെത്തിയത്. അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് അവിടെ ഗെയിം കളിക്കും. മറ്റുള്ളവരെല്ലാം അദ്ദേഹത്തെ അത്രയും ആ ബിഗ് ബോസ് ഹൗസിലെ മറ്റുള്ള എല്ലാ മത്സരാർത്ഥികളും അദ്ദേഹം കുറ്റം പറയുമ്പോഴും അദ്ദേഹത്തിനെ അപമാനിക്കുമ്പോഴും അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കും. അതാണ് ആണത്തം. ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കണം, അല്ലാതെ അവിടെ പോയി ഗ്രൂപ്പിസം കൂടാനും പരദൂഷണം പറയാനും ഒന്നും അല്ലല്ലോ. ഗെയിം എന്ന് പറയുമ്പോൾ അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുക. എല്ലാ മത്സരാർത്ഥികൾക്കെതിരെ ഗെയിം കളിക്കണം. ഇതിൻ്റെപ്പം ഒരു മത്സരാർത്ഥിക്കെതിരെയല്ല, എല്ലാ മത്സരാർത്ഥികൾക്കെതിരെയും ഗെയിം കളിക്കണം. പറയേണ്ട പോലെ പറയും. പിന്നെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്നതല്ല ചിലപ്പോൾ പുറത്ത് പറയുന്നത്. അദ്ദേഹത്തിന് സംസാരിക്കാൻ അധികം മറ്റുള്ള ജാസ്മിനെ പോലെ ഗബ്രിയെ പോലെ പറ്റത്തില്ല. അത് അദ്ദേഹത്തിൻ്റെ ചെറിയ പോരായ്മയാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വയം പ്രയത്നം കൊണ്ട് മാത്രമാണ് അദ്ദേഹം അവിടെ എത്തിയൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്ന മത്സരാർത്ഥി ആരാന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ ഞാൻ പറയുകയാണ്, ജിൻഡപ്പൻ മാത്രമാണ്. ജിൻഡപ്പൻ കപ്പടിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എന്താ വെച്ചാൽ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്നതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആരാധകർ കൂടുതൽ. അദ്ദേഹം ഒരുപാട് ഒറ്റപ്പെട്ടലും അദ്ദേഹം അപമാനവും ഒരുപാട് പ്രൊവോക്കിങ്ങും ഒക്കെ അദ്ദേഹത്തിനെ ഇതാക്കിയിട്ടുണ്ട്. പക്ഷെ അതിലെല്ലാം തരണം ചെയ്ത് അദ്ദേഹം മുന്നേറുകയാണ് ചെയ്തത്. വന്നപ്പോൾ ഉണ്ടായിരുന്ന ജിൻഡപ്പനല്ല ഇപ്പോൾ ഉണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തെ ചീത്തയൊക്കെ പറയുമായിരുന്നു, പക്ഷെ ഇപ്പം പറയത്തില്ല. ഇപ്പം അദ്ദേഹത്തിന് എങ്ങനെ ഗെയിം കളിക്കുന്നത് മനസ്സിലായി. കറക്റ്റായിട്ടുള്ള ഇതിലാണ് അദ്ദേഹം ഗെയിം കളിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് എല്ലാം കോമഡി എല്ലാം വഴങ്ങും. അതാണ് ജിൻഡപ്പൻ. അപ്പോൾ നമ്മുടെ കൊച്ചു വീഡിയോയുടെ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യേണ്ട, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.